إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കി സന്മാർഗ സ്ഥിരതയോടെ സൽക്കർമ്മ നിരതമായി ജീവിക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസീദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിദ്യാഭ്യാസ രംഗത്ത് മത്സര പരീക്ഷകളുടെ റിസൾട്ട് പലതും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളുടെയെല്ലാം ഭാവി നിർണയിക്കുന്ന, അതല്ലെങ്കിൽ പഠന മേഖലകളിൽ വഴിത്തിരിവ് നൽകുന്ന SSLC +2 പരീക്ഷകൾ കേരളക്കരയിൽ സവിശേഷമായ ശ്രദ്ധ കൊടുക്കപ്പെടുന്ന വിദ്യാഭ്യാസ പഠന കാലയളവിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ 10ാം തരത്തിലും 12ാം തരത്തിലും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഭേദപ്പെട്ട സ്കോർ നേടിയെടുക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമം നടത്താറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങളെ വിദ്യാഭ്യാസ മേഖലകളിലും ഉപജീവന രംഗത്തും നമ്മുടെ സ്വപ്നങ്ങളെ പടച്ച റബ്ബ് സാക്ഷാത്കരിച്ച് നൽകുമാറാകട്ടെ. ആത്മീയത അസ്ഥാനത്താക്കാത്ത വിധത്തിൽ തഖ്വയിൽ അധിഷ്ഠിതമായി നൈമിഷികമായ ജീവിതത്തെ ഉത്ബുദ്ധതയോടെ ഉറ്റുനോക്കുന്ന വിശ്വാസിനികളിൽ, അങ്ങനെയുള്ള മക്കളിലും മാതാപിതാക്കളിലും ഇണകളിലും അള്ളാഹു നമ്മെയും നമ്മുടെ ഉടപ്പിറപ്പുകളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഏതൊരു റിസൾട്ട് കടന്നു വരുമ്പോഴും അതിനതിൻ്റെ 2 ഭാഗങ്ങളുണ്ടാകും, അല്ലെങ്കിൽ 2 വിഭാഗങ്ങളുണ്ടാകും. ഒന്ന്, നല്ല സ്കോറൊക്കെ അച്ചീവ് ചെയ്തുകൊണ്ട് ആ ഒരർത്ഥത്തിൽ സന്തോഷഭരിതമായി മുന്നോട്ട് പോകുന്ന
അങ്ങനെ ആഹ്ലാദം സാമൂഹിക മാധ്യമങ്ങളിലും കുടുംബങ്ങളിലും സുഹൃത്തുക്കളിലും അതേപോലെ തന്നെ സാമൂഹിക ഇടങ്ങളിലും ഇനി വിദ്യാഭ്യാസ കലാലയ സ്കൂൾ രംഗങ്ങളിലുമൊക്കെ അഭിമാനത്തോടെ പങ്കുവെക്കുന്നവർ. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് എന്തൊക്കെയോ ചില ജീവിതത്തിലെ മുന്നോട്ട് പോക്കിനിടക്ക് പഠിക്കേണ്ട സമയത്ത് പഠിക്കാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ ബുദ്ധിപരമായി തന്നെ IQ ഇൻ്റലിജൻ്റ് കോഷ്യൻ്റ് വേണ്ട വിധത്തിൽ ആകാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ ലഭിച്ചത് അതാത് സമയത്ത് ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടോ അതല്ലെങ്കിൽ സൗഹൃദങ്ങളിൽ അകപ്പെട്ടതിൻ്റെ പേരിൽ തങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം പിന്നാക്കം പോയതിനാലോ അതുമല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലങ്ങളിലെ സ്വരച്ചേർച്ചയില്ലായ്മ, പ്രയാസങ്ങൾ, ബന്ധങ്ങളിലുള്ള വിഷയങ്ങൾ, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പാരൻറ്റിങ്ങിൽ സംഭവിച്ച വീഴ്ചകൾ, അതിൽ ആത്മീയമായും ഭൗതികമായും വിദ്യാഭ്യാസപരമായും ഗൈഡ് ലൈൻ കൊടുക്കാൻ കപ്പാസിറ്റി രക്ഷിതാക്കൾക്ക് ഇല്ലാതെ വന്നതുകൊണ്ട് ഉണ്ടാകുന്ന വിഷമങ്ങൾ, ഇതൊക്കെ ഈ റിസൾട്ടുകളിൽ നിഴലിക്കും. ഏതായിരുന്നാലും ഇതൊരു പരീക്ഷ മാത്രമാണ്, അതിൻ്റെ റിസൾട്ടാണ്. 10ാം ക്ലാസ്സും +2 കഴിയാത്ത, ഡിഗ്രിക്കെത്താത്ത, സ്കൂളിൽ പോലും പോകാത്ത പല ആളുകളും ഈ കൊച്ചു ഐഹിക നശ്വര ഭൗതിക ലോകത്ത് ജീവിതത്തിൽ വലിയ വിജയം വരിച്ചവരായി നമുക്ക് കാണുവാൻ കഴിയും. ഒരുപാട് അനുഭവങ്ങൾ നമുക്കൊക്കെ അത്തരത്തിൽ ലഭ്യമാണ്. നമ്മുടെയൊക്കെ സുഹൃത്തുക്കളിലോ കുടുംബങ്ങളിലൊക്കെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. ഒരു ഡിഗ്രിയും PGയും ഒരു SLCയും ഒരു +2 കഴിഞ്ഞിട്ടില്ല, പക്ഷേ ജീവിതത്തിൽ കച്ചവട രംഗത്തോ മറ്റു മേഖലകളിലോ ഒക്കെ വിജയം വരിച്ചിട്ടുണ്ടാകും. അതാ പ്രാക്ടിക്കൽ തലങ്ങളിൽ, പ്രായോഗിക തലങ്ങളിൽ മുന്നേറിയത് കൊണ്ടാണ്. ഏതായിരുന്നാലും ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് അതിൽ പരാജയപ്പെട്ട പിന്നാക്കം പോയ ആളുകളെയാണ് ആദ്യം. കാരണം പിന്നാക്കം പോയവരെ കുറിച്ചാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത്. മഹല്ലുകളിലായിരുന്നാലും നമ്മുടെ കുടുംബങ്ങളിലായിരുന്നാലും അയൽപ്പക്കങ്ങളിലായിരുന്നാലും അവർക്കൊരു സാന്ത്വനവും തലോടലും, തുടർന്നങ്ങോട്ട് ഈ നഷ്ടമൊന്നും നഷ്ടമല്ല എന്നും ഇതൊരു വലിയ ലാഭത്തിലേക്കുള്ള ചുവടുവെപ്പാക്കി മാറ്റണമെന്നും അവരോട് പറയണം. അവർക്കാണ് മോട്ടിവേഷൻ കൊടുക്കേണ്ടത്. ഒന്ന് പിന്നാക്കം പോകുന്നത് വലിയ മുന്നേറ്റത്തിന് വേണ്ടിയാണ് എന്ന് പറയണം. എങ്ങനെയാണ് പിന്നാക്കം പോയത് എന്നതിനെക്കുറിച്ച് വിലയിരുത്തുകയും വേണം. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള മനസ്സുണ്ടാകണം. സമയം നഷ്ടപ്പെട്ടിട്ടില്ല എന്നും ഇനിയും ഒരു ആയുഷ്കാലവും ഒരു കാലയളവും സാധ്യതകളും ഉണ്ട് എന്ന് തീർച്ചയായും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ അമ്പെയ്യുന്ന സമയത്ത് ഒന്ന് പിന്നോട്ട് വലിച്ചുകൊണ്ടാണ് മുന്നോട്ട് അമ്പെയ്യൽ. ഓടാൻ ട്രാക്കിൽ നിൽക്കുന്ന സമയത്ത് പിന്നിലേക്ക് കാൽ വെച്ചുകൊണ്ട് അതിൽ നിന്ന് എനർജി സംഭരിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് ഓടൽ എന്ന് പറയുന്നത് പോലെ ഒന്ന് പിന്നാക്കം പോകുന്നത് ചില ഹൈറിന് വേണ്ടിയാണ് എന്ന നിലക്കുള്ള ഒരു പോസിറ്റീവ് സ്ട്രോക്ക് ഗുരുനാഥന്മാരും രക്ഷിതാക്കളും അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെ ഇങ്ങനെയുള്ള റിസൾട്ടുകളിൽ, മത്സര പരീക്ഷകളിൽ വേണ്ട നിലവാരം അതിലേക്ക് എത്താൻ സാധിക്കാത്ത ആളുകൾക്ക് കൊടുക്കണം. അതേപോലെ തന്നെ എത്തിയ ആളുകളും നമുക്കറിയാം, അവർ ജീവിതത്തിൽ ഒന്നാകെ അങ്ങ് വിജയിച്ചു എന്നതിനർത്ഥമില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. ഒരു ടേണിംഗ് പോയിന്റിൽ ആ ഒരു അർത്ഥത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട്. അതാണ് SLCയിൽ ഫുള്ളി A+ നേടുക, +2വിൽ ഫുള്ളി A+ നേടുക, അല്ലെങ്കിൽ A1 നേടുക എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഒരർത്ഥത്തിൽ അത് അഭിമാനം തന്നെയാണ്. അവർക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള ആശംസകൾ അർപ്പിക്കുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്ത്, നമ്മളൊരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റി കൂടിയാണ്, ഒരാത്മീയ സമൂഹം കൂടിയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തുള്ള വിജയം മാത്രമല്ല നമ്മുടെ വിജയമെന്നതും വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്നലിൽ മുത്തഖീന മഫാസ, തീർച്ചയായും സൂക്ഷ്മത, ധർമ്മനിഷ്ഠ, മൊറാലിറ്റി അത് കീപ്പ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ജീവിതയാത്രകളിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിഞ്ഞ ആ ഒരു ലിറ്ററസി, ആ ഒരു എഡ്യൂക്കേഷൻ തീർച്ചയായും നമുക്കുണ്ടാകണം. അതുണ്ടാകാതെ പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുമെന്നതിന് നിരവധി ഉദാഹരണങ്ങളും അനുഭവങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. ആ ഒരർത്ഥത്തിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ ഏതൊക്കെ പരീക്ഷകളിലായിരുന്നാലും അക്കാഡമിക് തലങ്ങളിലായിരുന്നാലും ഒന്ന് പിന്നാക്കം പോയിട്ടുണ്ടെങ്കിൽ, പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നുമല്ല യഥാർത്ഥ പരാജയമെന്നും, എന്നാൽ സംഭവിക്കുന്ന യഥാർത്ഥ പരാജയം എന്ന് പറയുന്നത് എന്താണ്? സംഭവിക്കുന്ന പരാജയങ്ങളിൽ ഒന്ന്, നല്ല വിദ്യാഭ്യാസം, നല്ല മാർക്ക് SLCയിലും +2ലും ഒക്കെ സ്കോർ ചെയ്ത് ആയുർവേദ ഡോക്ടേഴ്സായി, അങ്ങനെ ആ ഡോക്ടർമാർ മലയാളികൾ അരുണാചൽ പ്രദേശിലെത്തി
അവിടെ അവർ കൂടോത്രത്തിന് ബ്ലാക്ക് മാജിക്കിന് വിധേയമാക്കി അതിലൊക്കെ പെട്ട് കൊല്ലപ്പെടുന്ന അവസ്ഥ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ആഴ്ചകളിൽ നമ്മൾ വായിക്കുകയുണ്ടായി. അപ്പോൾ വിദ്യാഭ്യാസമുണ്ട്, നല്ല നിലവാരമുണ്ട്, നല്ല കോഴ്സിന് ചേർന്നു, അതുപോലെ തന്നെ അത് പിന്നെ ആ മേഖലയിലേക്ക് എത്തിച്ചേർന്നു. പക്ഷേ എന്തുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയും. രാജസ്ഥാനിൽ കോട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഈ മെഡിക്കൽ അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് മേഖലയിൽ വലിയ സാധ്യതകളും പരിശീലനങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടക്കിടക്ക് പത്രത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്, അവിടുന്ന് ചില വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നത് പഠനത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ്. അത് നമുക്ക് വലിയ പാഠം പകർന്നു നൽകുന്നുണ്ട്. കാരണം നമ്മുടെ മക്കൾ SLC കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഇനി ഏത് കോഴ്സ് സെലക്ഷൻ നടത്തും, എന്തിനു പഠിപ്പിക്കും? അപ്പോൾ രക്ഷിതാക്കൾ ഇങ്ങനെ വിചാരിക്കുകയാണ്, പാലയിലേക്ക് വിടാം, രാജസ്ഥാനിലേക്ക് വിടാം, അല്ലെങ്കിൽ മാംഗ്ലൂരിലേക്ക് വിടാം, അല്ലെങ്കിൽ നല്ല ട്രെയിനിങ് ലഭിക്കുന്ന കുട്ടികളുടെ കപ്പാസിറ്റി, അവരുടെ അഭിരുചി, ആപ്റ്റിറ്റ്യൂഡ് ഇതൊന്നും തിരിച്ചറിയാത്ത വിധത്തിൽ കൊണ്ടു ചെന്നാക്കി ഒരു കാലയളവിൽ മാതാപിതാക്കൾക്ക് ഒന്നുമില്ലാത്ത കാലത്ത് അവർക്ക് നഷ്ടപ്പെട്ട സ്വപ്നങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ എനിക്കേതായാലും ഒരു ഡോക്ടറാകാൻ കഴിഞ്ഞില്ല, ഒരു എഞ്ചിനീയർ ആകാൻ കഴിഞ്ഞില്ല, ഒരു പ്രൊഫഷണലിസ്റ്റ് ആകാൻ എനിക്ക് സാധിച്ചില്ല. എന്നാൽ എൻ്റെ മക്കൾക്കെങ്കിലും അത് ലഭിക്കട്ടെ എന്ന് വിചാരിച്ച്, എന്നാൽ അവരുടെ സ്കില്ല്, അവരുടെ കാലിബർ, അവരുടെ IQ, അവരുടെ സാധ്യത അതൊരു 12 കോളത്തിലോ 10 കോളത്തിലോ ഫുൾ A+ കിട്ടി എന്നതുകൊണ്ട് ഈ പുതിയ കാലത്തിൻ്റെ ചില കോഴ്സുകളെ ഓവർകം ചെയ്യാനും നേടിയെടുക്കാനും അവർക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് മനസ്സും ശരീരവും സമന്വയിച്ചിട്ട് തുടർ പഠന മേഖലകളിൽ എത്തിപ്പെടാതിരിക്കുന്നുവെങ്കിൽ അവർ കുട്ടികളോട് കൂടിയാലോചിച്ച് അവരുടെ ഇഷ്ടം ഏതാണ്, അവരുടെ അഭിരുചി ഏതാണ്, അതിനനുസരിച്ചു കൊണ്ടാണ് തീർച്ചയായും തുടർ കോഴ്സുകളൊക്കെ നമ്മൾ സെലക്ഷൻ നടത്തേണ്ടത്. ആ സെലക്ഷൻ നടത്തുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞുവല്ലോ, നമ്മൾ ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ മക്കൾക്ക് വെറും SLCയും +2വും തുടർന്ന് ഭൗതിക വിദ്യാഭ്യാസം മാത്രം കിട്ടിയാൽ പോരാ, അത് കിട്ടി അതിൻ്റെ കൂടെ സ്പിരിച്വാലിറ്റി. ഞാൻ ആമുഖമായി ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ 96-ാം അധ്യായം സൂറത്തുൽ അലക്കിലെ 1-ാമത്തെ ആയത്തിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അത് സൂറത്തുർ റഅദിൽ അല്ലാഹനെ കുറിച്ച് ആലോചിച്ച് മനസമാധാനം നേടിയെടുക്കുക. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, പണ്ഡിതന്മാരെന്ന് പറയുന്നത്, ശാസ്ത്രകാരന്മാരെന്ന് പറയുന്നത്, സയന്റിസ്റ്റുകൾ എന്ന് പറയുന്നത്, അറിവ് നേടുന്നവരെന്ന് പറയുന്നത്, അവരുടെ അടയാളവും വിശേഷണവും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ നല്ല വഴിക്ക് നിലനിർത്തുന്നവരാണ് എന്നാണ്. അതാണ് വിദ്യാഭ്യാസം കൊണ്ട് കിട്ടേണ്ടത്. അതിൽ ആത്മീയതയെന്നോ ഭൗതികതയെന്നോ രണ്ട് ഡിവൈഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പടച്ച റബ്ബിലേക്ക് എത്തിക്കുന്ന ഏതും, അത് ബയോളജി ആകട്ടെ, സുവോളജി ആകട്ടെ, കെമിസ്ട്രി ആകട്ടെ, കൊമേഴ്സ് ആകട്ടെ, അക്കൗണ്ടിങ് ആകട്ടെ, അക്കൗണ്ടിങ് ഒക്കെ വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട വൺ ഓഫ് ദ മെയിൻ ടോപ്പിക്കാണ്. കാരണം ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് എന്ന് പറയുന്നത് 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 282-ാമത്തെ ആയത്താണ്. ആ ആയത്ത് സാമ്പത്തിക ഇടപാടിനെ കുറിച്ചാണ്. ആയത്തുദ്ദൈനാൻ, സാമ്പത്തിക ഇടപാടാണ്. കൊമേഴ്സും അക്കൗണ്ടിങ്ങും എന്നൊക്കെ പറയുന്നത് അത് എഴുതി വെക്കണമെന്നും സമയം നിശ്ചയിക്കണമെന്നും സാക്ഷികൾ ഉണ്ടാകണമെന്നും എവിഡൻസ് ഉണ്ടാകണമെന്നും അതിന് ചില നയനിലപാടുകൾ ഉണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ആധുനിക വേർഷൻസും രൂപവും ഒക്കെയാണ് നമ്മുടെ മക്കൾ പല കോഴ്സുകളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് എല്ലാം ശുദ്ധ ഖുർആനിൽ നിരവധി ശാസ്ത്രശാഖകൾ, വിജ്ഞാന വിഷയങ്ങൾ, അത്ഭുതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബയോളജിയിലൂടെ, സുവോളജിയിലൂടെ, കെമിസ്ട്രിയിലൂടെ, മാത്സിലൂടെ, ലാംഗ്വേജിലൂടെ തിയോളജിയിലേക്ക് എത്തണം എന്ന് മാത്രം. തിയോളജി എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രം, പടച്ച റബ്ബിനെ അറിയുക, അള്ളാഹിനെ അറിയുക. അതാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അള്ളാഹിനെ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മക്കൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ പഠിക്കട്ടെ, ഒരു ഡോക്ടറായാൽ മതി, ഒരു എഞ്ചിനീയർ ആയാൽ മതി, അതേപോലെ തന്നെ ഒരു D.Pharm കഴിഞ്ഞാൽ മതി, B.Pharm കഴിഞ്ഞാൽ മതി, ഇന്ന കോഴ്സ് കഴിഞ്ഞാൽ മതി, അത് കഴിഞ്ഞിട്ട് ദീന് നോക്കാം, തൽക്കാലം ഒന്ന് കണ്ണടക്കാം എന്ന് വിചാരിച്ച് പല സ്ഥലത്തും കൊണ്ടാക്കുമ്പോൾ പിന്നീട് കിട്ടുന്നത് എറണാകുളത്ത് നിന്ന് 2 ന്യൂസ് നമ്മൾ വായിച്ചില്ലേ, ഈ മലയാളക്കരയിലാണ്. താരതമ്യേന കുറച്ചൊക്കെ സദാചാരം, കുടുംബം, ദാമ്പത്യം, അതേപോലെ തന്നെ ലൈംഗിക വിഷയങ്ങളിലൊക്കെ മാന്യത, മര്യാദ പാലിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു പൊതുബോധമുള്ള ഇടത്താണ് ഈ വന്ന 2 ന്യൂസിലും അവിഹിത വീഴ്ചയിലൂടെ ഗർഭം ധരിച്ച സഹോദരി 21-23 വയസ്സുകാരി ശുചിമുറിയിൽ കുഞ്ഞിനെ പ്രസവിച്ചു കൊന്നു കളഞ്ഞു എന്നാണ്. അമേരിക്കയിലല്ല, UK-യിലല്ല,
ലണ്ടനിലല്ല, ഓസ്ട്രേലിയയിലല്ല. അതുകൊണ്ട് പഠനത്തിൻ്റെ കൂടെ വെറും ഫിസിക്കൽ പഠനമാക്കി തീർക്കണ്ട. അള്ളാനെ അറിയാതെ പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടങ്ങൾ ഇഹത്തിലും പരത്തിലും നമുക്കും നമ്മുടെ മക്കൾക്കും സംഭവിക്കും. മക്കൾ അഭിമാനമായില്ലെങ്കിലും വേണ്ടിയില്ല, അപമാനമായി തീരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നിടത്തേക്ക് കാലം കുറച്ചായി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും കോഴ്സുകളും ഒക്കെ മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് കുട്ടികളുടെ കോലം, അവരുടെ മിംഗ്ലിങ്, അവരുടെ നടത്തം, അവരുടെ ഇരുത്തം, അവർക്ക് ലഭിക്കേണ്ട കൾച്ചർ, ഓരോ സ്ഥലത്ത് പെരുമാറേണ്ടത്, ഹോസ്റ്റലിൽ എങ്ങനെ, മറ്റുള്ളവരോടെങ്ങനെ, യാത്രയിൽ എങ്ങനെ, ഇതൊന്നും അറിയണില്ല. വെറും സർട്ടിഫിക്കറ്റ് മാത്ര. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയത് കൊണ്ട് ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയില്ല, ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയില്ല, ആത്മാർത്ഥമായി കച്ചവടം ചെയ്യാൻ കഴിയില്ല, കാപണ്യം കലരാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, ആത്മാർത്ഥത കിട്ടൂല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ കണ്ടീഷൻസും ഒത്തിണങ്ങണം. അത് ഒത്തിണങ്ങാതെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും കുടുംബത്തെയും മഹല്ലിനെയും സമൂഹത്തെയും സമുദായത്തെയും പറയിപ്പിക്കുന്ന അവസ്ഥയുണ്ടാകും എന്നതിന് എത്ര ഉദാഹരണം. ഞാനിങ്ങനെ കഴിഞ്ഞ ആഴ്ച ന്യൂസ് വായിച്ചപ്പോൾ ലണ്ടനിൽ, നോർത്ത് ലണ്ടനിൽ ഒരുത്തൻ കത്തിയുമെടുത്ത് ലണ്ടൻ സിറ്റിയിലൂടെ അങ്ങനെ നടക്കുകയാണ്. അത് ഇന്റർനാഷണൽ കോളത്തിലാണ് പേജിൽ. അവനും 13 വയസ്സുകാരനെ കുത്തി കൊലപ്പെടുത്തി. അവൻ്റെ പ്രായം 36 വയസ്സുകാരൻ ഈ കത്തിയെടുത്ത് നടക്കണത്. 13 വയസ്സുകാരനെ കുത്തി കൊലപ്പെടുത്തി കാണുന്നവരുടെ നേരെ കത്തി ചൂണ്ടുകയാണ്. അങ്ങനെ പോലീസ് പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ. അതേ പ്രാദേശിക കോളത്തിലേക്ക് എത്തിയ സമയത്ത് ജില്ലാ വാർത്തയിൽ പിന്നെ കാണുവാൻ കഴിയുന്നത് പെരിന്തൽമണ്ണയിൽ നിന്ന് 31 വയസ്സുകാരൻ അവന് കത്തിയുമെടുത്ത് ഓവർഡോസ് ലഹരിയൊക്കെ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ആളുകൾക്ക് നേരെ ആക്രോശിച്ചു. അവൻ ആളുകൾ പിടിച്ചു കെട്ടി. അതിനിടക്ക് അവനക്ക് കുത്തേറ്റ് അവൻ മരിച്ചു എന്നാണ്. അല്ലേ? അപ്പോൾ ഒന്ന് ഇന്റർനാഷണൽ ലെവലിൽ പോണത്, ഒന്ന് നാഷണൽ ലെവലിൽ പോണത്, രണ്ടും വിഷയം എന്താണ്? ഒരേ കോലത്തിൽ തന്നെയാണ് സംഗതികൾ എന്ത് ചെയ്യണത്, നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് യൂറോപ്പിലാണ് എന്ന് മാത്രം, മറ്റൊന്ന് നമ്മുടെ പ്രാദേശിക സാഹചര്യങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ പലതും നടക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് തുടർ കോഴ്സുകളിലും തുടർ പഠനങ്ങളിലും പുതിയ കാല പഠന മേഖലകളിലും എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കണം എന്നതിൽ രക്ഷിതാക്കളും കുട്ടികളും കുടുംബങ്ങളും ഒക്കെ കൂടിയാലോചിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഇലക്ഷൻ പരിസരത്ത് അതിൻ്റെ തൊട്ടു മുമ്പൊക്കെ വലിയ ചർച്ചയും വിവാദവും ഒക്കെയായി. ഊഞ്ഞാറിൽ കുറച്ച് കുട്ടികൾ ഒരു ക്രൈസ്തവ ചർച്ചിൻ്റെ മുറ്റത്ത് അവർ ചെന്നെന്തൊക്കെയോ ഫോട്ടോ എടുക്കാൻ, പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ആ ആഹ്ലാദത്തിൽ ആ കുട്ടികളൊക്കെ അങ്ങോട്ട് പോയത് കുട്ടികളായിക്കൊണ്ടാണ്, വിദ്യാർത്ഥികളായിക്കൊണ്ടാണ്. അവർ മുസ്ലിങ്ങളും മുസ്ലിം വിദ്യാർത്ഥികളുമായിട്ടല്ല അവർ ആ ചർച്ചിൻ്റെ മൈതാനിയിലേക്ക് പോയത്. അവർ വിദ്യാർത്ഥികളും കുട്ടികളുമായിക്കൊണ്ടാണ് പോയത്. പക്ഷേ അതിനെ മീഡിയകളും ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളടക്കം വളരെ മോശപ്പെട്ട രൂപത്തിൽ നെഗറ്റീവായിട്ടാണ് ആ കാര്യത്തെ കണ്ടത്. കാരണം ചേരുവ ചേർക്കാൻ പറ്റുന്ന നാമം അതിൽ ഉണ്ടായി, എന്നാൽ ആ നാമം മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നതൊക്കെ അങ്ങനെ ഉണ്ടായെങ്കിലും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കൊന്നും, പ്രത്യേകിച്ച് ഒരു ഇസ്ലാമോഫോബിക് ചുറ്റുപാടിൽ എന്തും തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയത്ത് നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ പൊതുസമൂഹത്തിനിടയ്ക്ക് പെരുമാറേണ്ട മര്യാദകളും മാന്യതകളും എന്താണ് എന്ന് ആത്മീയ അച്ചടക്കം കൊടുക്കേണ്ടതുണ്ട്. അഹങ്കരിച്ച് ഭൂമിയിലൂടെ നടക്കാൻ പാടില്ല. നീ നടക്കുകയാണെങ്കിൽ വിനയത്തോടെ വിവേകത്തോടെ ആയിരിക്കണം നീ ക്യാമ്പസിലായാലും പൊതു ഇടങ്ങളിലായിരുന്നാലും സോഷ്യൽ മീഡിയയിലായിരുന്നാലും നീ ജീവിക്കേണ്ടത്, കമന്റ് എഴുതേണ്ടത്, സഞ്ചരിക്കേണ്ടത്, നിൽക്കേണ്ടത്, സെൽഫി എടുക്കേണ്ടത്, പെരുമാറേണ്ടത്. ഈ ഒരു സാക്ഷരത നമ്മുടെ മക്കൾക്ക് ഉണ്ടാകണം. ഈ സാക്ഷരത ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രം കിട്ടൂല, അത് തിയോളജി കൊണ്ടുകൂടിയാണ് കിട്ടുക. അത് കിട്ടാതെ പോയി കഴിഞ്ഞാൽ, അത് കിട്ടാത്തതിൻ്റെ കുറവാണ് പലപ്പോഴും പല ക്യാമ്പസുകളിലും പല കുടുംബങ്ങളിലും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഇരകൾ, അങ്ങനെയുള്ള വേട്ടക്കാർ ഒരിക്കലും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മഹല്ലിലും കുടുംബങ്ങളിലും അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പൂക്കാട് വെറ്റിനറി സർവകലാശാല, അവിടെ ആ കോളേജിൽ സംഭവിച്ച് നിങ്ങൾ കണ്ടില്ലേ? സഹപാഠിയെയാണ് ദിവസങ്ങളോളം റാഗ് ചെയ്ത് പീഡിപ്പിച്ച് കൊന്നത് എന്ന വാർത്ത നമ്മൾ വായിക്കുകയാണ്. എന്താണ്, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷൻ? എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനം എന്ന് പറയുന്നത്? വിദ്യാസമ്പന്നരായി തീരുക എന്ന് പറഞ്ഞാൽ സംസ്കാര സമ്പന്നരായി തീരുക എന്ന, അല്ലേ? ഗാന്ധിജിയൊക്കെ പറഞ്ഞു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്. ഒരു മനുഷ്യൻ്റെ ആത്മീയവും ഭൗതികവും ബുദ്ധിപരവും ഭൗതികവും അഥവാ ഐഹികവുമായ എല്ലാ അർത്ഥത്തിലുമുള്ള ശാക്തീകരണത്തിനാണ് വിദ്യാഭ്യാസം എന്ന് പറയുക എന്നാണ് എങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളെയൊക്കെ നിരീക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ SLCക്കും +2 ശേഷം
ആത്മീയമായി ഇന്ന നിലവാരത്തിലുള്ള എൻ്റെ മകൾ, എൻ്റെ മകൻ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഏത് സ്ഥാപനത്തിൽ പഠിക്കണം, അവനക്ക് ഞാൻ കൊടുത്ത ധാർമ്മികത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അവൻ ചെയ്യണം, ഇതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ കോഴ്സും അതേപോലെ തന്നെ അതിൻ്റെ സാധ്യതകളും ഒക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. AI കാലത്താണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് ഒരു 2040 ആകുമ്പോഴേക്ക് ഈ ലോകം 10,000 വർഷത്തെ മാറ്റത്തിലേക്ക് എടുത്തെറിയപ്പെടാൻ പോകുകയാണ്. 40 ആകുമ്പോഴേക്ക് 10,000 വർഷത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് അവർ ഇമാജിനേഷൻ, നമ്മുടെ ഭാവനക്ക് അതീതമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാലത്ത് നമ്മുടെ മക്കളൊക്കെ ഇനി അങ്ങോട്ട് അവരുടെ കോളേജ് ലൈഫ്, ക്യാമ്പസ് ലൈഫ്, സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തൽ, ജോലി സാധ്യതകൾ, ദാമ്പത്യം, കുടുംബം, അങ്ങനെയൊക്കെ കണ്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ രൂപത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് പോകണമെന്നതിൽ കാര്യഗൗരവമായ ചർച്ചകൾ അനിവാര്യമാണ്. പണ്ടത്തെ പോലെയുള്ള പാരന്റിങ്ങും വിദ്യാഭ്യാസവും ജോലി സാധ്യതയുമല്ല ഇനി അങ്ങോട്ട് മുന്നോട്ട് വരാനുള്ളത്. ഇപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റികളൊക്കെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ അക്കാഡമിക് ഇയർ അടക്കം 4 വർഷത്തെ ഡിഗ്രിയാണ്. രക്ഷിതാക്കൾ ഇത് അറിയണം. ഇത്രയും കാലം ഗ്രാജുവേഷൻ 3 വർഷമായി, ഇനി 4 വർഷമാക്കി തീർക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ്. ആ 4 വർഷത്തെ ഡിഗ്രി ആകുമ്പോൾ എൻ്റെ മകൻ ഏത് ഡിഗ്രിയിലേക്ക് ചേരുകയായിരിക്കും പ്ലസ് ടുവിന് ശേഷം നല്ലത്, ഇതറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഓൺലൈൻ കോഴ്സിൻ്റെ സാധ്യതകൾ, വിദേശ പഠന സാധ്യതകൾ, ഇങ്ങനെയെല്ലാം. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നതിൻ്റെ കൂടെയും പഠിപ്പിക്കുന്നതിൻ്റെ കൂടെയും ഈ ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയുന്ന ആത്മീയ വൈകാരിക മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു തലം അതൊരിക്കലും മറന്നു പോകാൻ പാടില്ല. അത് മറന്നുപോയി കഴിഞ്ഞാൽ അയൽപ്പക്കത്തെ 70-80 വയസ്സുള്ള ഐദ്രോസ് മുസ്ലിയാരും ഉമ്മുകുൽസി ബീവിയും മരണപ്പെട്ടിട്ട് 2 ആഴ്ച പിന്നിട്ട് ജീർണിച്ച മൃതദേഹം വാരിയെടുത്ത് കൊണ്ടുവരേണ്ട ഗതികേട് നമ്മുടെയൊക്കെ മഹലിലും സാമൂഹിക ചുറ്റുപാടിലും ഉണ്ടായിത്തീരും. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനം അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള ഉത്ബോധനത്തിലേക്ക് എത്തിച്ചേരണം. കണ്ണാലല്ല, അകക്കണ്ണിൻ്റെ വെളിച്ചം കൊണ്ടേ കാണാവൂ. കണ്ണുകൊണ്ട് മാത്രം കണ്ടതുകൊണ്ട് ഈ കാലം കഴിച്ചുകൂട്ടി കാരുണ്യബോധത്തോടെയും മാന്യമായും ഐഹികക്ഷേമവും പരലോകമോക്ഷവും നേടിയെടുക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുകൊണ്ട് അകക്കണ്ണിന് വെളിച്ചം നൽകുന്ന അള്ളാൻ്റെ ആയാത്തുകൾ, അള്ളാഹുവുള്ള വിശ്വാസം, നമസ്കാരം, അതേപോലെ തന്നെ ഇബാദത്തുകൾ, ആരാധനകൾ, ദൈവസ്മരണകൾ, പ്രാർത്ഥനകൾ, ഇതൊക്കെ സമം ചേർത്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളും മക്കളും എവിടെയും പരാജയപ്പെടുകയില്ല എന്നതിൻ്റെ തെളിവാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഭാരത മണ്ണിലെ ഈ രാജ്യത്തിൻ്റെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദ്. ആധുനിക കാലത്ത് അതല്ലെങ്കിൽ ഇന്ത്യയിലെ UGCയും അതേപോലെയുള്ള നിരവധി വിദ്യാഭ്യാസ സംഭാവനകൾ നൽകിയ മഹാനായ മനുഷ്യൻ, ഒരു മഹാപണ്ഡിതൻ. ഇസ്ലാമിക് സ്വത്വവും ഐഡന്റിറ്റിയും മക്കൾക്ക് സ്വത്തല്ല കൊടുക്കേണ്ടത്, സ്വത്തിൻ്റെ കൂടെ സ്വത്വബോധം കൂടി കൊടുക്കണമെന്ന വലിയ മെസ്സേജാണ് അബുൽ കലാം ആസാദൊക്കെ പകർന്നു തന്നിട്ടുള്ളത്. ദീന് നേടിയെടുത്ത് റിലീജിയസായി ജീവിച്ച് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ രംഗങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിഭകളായി തീരാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധിക്കും. അതിനു മാത്രമുള്ള റിസോഴ്സുകൾ നമുക്കുണ്ട്. പക്ഷേ അത് വെറും ഒരു ഉപരിപ്ലവമായി, ഒരു ചടങ്ങ് തീർക്കലായി, ഭൗതികമായ അഭിമാനം കൊള്ളലായി നമ്മൾ പരിമിതപ്പെടുത്തരുത്. നമ്മുടെ മക്കൾ 2 ലോകത്തും നമുക്ക് ഉപകരിക്കണം. വലതുൻ സാലിഹുൻ യദ്ഉ ലഹു എന്ന, അഥവാ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനത്തെ ഉറപ്പുവരുത്തുന്ന വിദ്യാഭ്യാസവും പഠനവും കോഴ്സുകളും അങ്ങനെയുള്ള തർബിയത്തും കൂടി കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും ആത്മാർത്ഥമായി ആത്മസംസ്കരണവും അതിജീവനവും ആത്മവിശുദ്ധിയും സൗഭാഗ്യവും ആഗ്രഹിച്ചുകൊണ്ട് പ്രയോഗവൽക്കരിക്കുന്ന ഉത്ബുദ്ധരിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 197-ാമത്തെ ആയത്തിൽ അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്, ഹജ്ജ് എന്ന് പറയുന്നത് അറിയപ്പെട്ട മാസങ്ങളിലാകുന്നു. ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ്.
ഹജ്ജിൻ്റെ മാസങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, അതിനുവേണ്ട യാത്രാ ക്രമീകരണങ്ങൾ, സ്വീകാര്യോഗ്യമായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള പഠന ക്ലാസ്സുകളൊക്കെയായി നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും, നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും, അയൽവാസികളിൽ നിന്നും, അതേപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ ഹജ്ജിന് സെലക്ഷൻ കിട്ടുകയോ അതല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടിയിട്ട് പ്രത്യേകമായി ഒരുങ്ങുകയോ ഒക്കെ ചെയ്ത ആളുകൾ അവർ ഈ കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ പതിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹജ്ജിൻ്റെ യാത്ര, ആദ്യമായി ഭൂമിയിൽ എടുക്കപ്പെട്ട കഅബ, അവ്വലു ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, ബക്കയിലുള്ള കഅബയാണ് അള്ളാഹനെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി എടുക്കപ്പെട്ട ഭവനം. ആ ഭവനത്തെ ഒരു നോക്ക് കാണാനും അവിടെയുള്ള വിവിധ കർമ്മങ്ങളുടെ സംഗമമായി തീരുന്ന പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാനും വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹജ്ജിനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ ഹജ്ജിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ, പോകുന്ന ആളുകൾ, ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടത് ഒരു അരമണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. കാരണം ഹജ്ജ് എന്ന് പറയുന്നത് 10-40 ദിവസമൊക്കെ യാത്രയും മറ്റുള്ള കാര്യങ്ങളുമൊക്കെയായി എടുക്കുമെങ്കിലും ഹജ്ജ് ദുൽഹജ്ജ് മാസത്തിലെ ദുൽഹജ്ജ് 8, 9, 10 അയ്യാമത്ത് ശരീക്ക്, ദുൽഹജ്ജ് 10-ന് ശേഷമുള്ള 3 ദിനങ്ങൾ, 6 ദിനങ്ങൾക്കുള്ളിലായിട്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കഴിയും. ദുൽഹജ്ജ് 8 യൗമു തർവിയ, 9 യൗമു അറഫ, ദുൽഹജ്ജ് 10 യൗമു നഹർ, അയ്യാമത്ത് ശരീക്ക്. ഇതാണ് ഹജ്ജിൻ്റെ ദിനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു അരമണിക്കൂർ കൊണ്ട് മനസ്സിലാക്കാനും പഠിച്ചെടുക്കാനും കഴിയും. പക്ഷേ ഇന്നത് ഹജ്ജല്ല, ഇന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ടതല്ല. അത് അനാചാരത്തിലേക്ക് എത്തിക്കും, അത് അതിശയോക്തിയിലേക്ക് എത്തിക്കും, അത് ഇല്ലാത്തതിലേക്ക് എത്തിക്കും എന്നതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനാണ് പിന്നീട് മണിക്കൂറുകൾ ആവശ്യം വരുന്നത്. അപ്പം നേരെ ചൊവ്വയെ പഠിച്ച് ചിന്തിച്ച് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട ഇല്ലൽ ജന്ന, സ്വർഗമാണ് അതിനുള്ളത്. പിറന്നു വീണ കുഞ്ഞിൻ്റെ, ഒരു മനുഷ്യൻ അവൻ്റെ ആദിമ വിശുദ്ധിയിലേക്ക്, കുല്ലു വലദിൻ യൂലദു അലൽ ഫിത്റാ, ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ ആത്മീയമായി ഇസ്ലാമികമായി ജീവിച്ച് മരിച്ചു പോകുന്നതിനിടക്ക് എല്ലാം അനുകൂലമായി കഴിഞ്ഞാൽ, ആരോഗ്യം, സമ്പത്ത്, സാങ്കേതികം, യാത്ര സൗകര്യങ്ങളൊക്കെ അനുകൂലമായി കഴിഞ്ഞാൽ, പഞ്ചസ്തംഭങ്ങളിൽ 5-മതായ ഹജ്ജ് കൂടി അങ്ങ് നിർവഹിച്ചു കഴിഞ്ഞാൽ പിറന്നു വീണ കുഞ്ഞിന് സമാനമാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ ദിവസത്തെ ആ കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ നൈർമല്യം, അതാണ് ഒരു ഹജ്ജ് കർമ്മം നിർവഹിച്ച ഒരു മുഅ്മിനിന്, ഒരു മുഅ്മിനത്തിന്, ഒരു ഹാജിക്ക് ലഭിക്കുന്നത്. ഇതാണ് കിട്ടുന്നത്. അല്ലാതെ പേരിൻ്റെ തലക്ക് വാലായിട്ട് ഹാജി എന്ന് കിട്ടതല്ല, മറിച്ച് ഇതാണ് കിട്ടൽ. അപ്പോൾ ഹജ്ജിനെ നിയ്യത്താക്കി അതിൻ്റെ ഒരുക്കം നടത്തുന്നവരൊക്കെ ഈ ഒരു ഗൗരവം തിരിച്ചറിയണം. ഹജ്ജ് ഒരു ഗോൾഡൻ ചാൻസാണ്. ഇസ്ലാമിക് സ്പിരിച്വൽ ലൈഫിലെ ഗോൾഡൻ ചാൻസാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജ് കൂടി അങ്ങ് നിർവഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇസ്ലാം പൂർണ്ണമായി. ഷഹാദത്ത്, നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, പഞ്ചസ്തംഭങ്ങളിൽ 5 ഞാൻ പൂർത്തിയാക്കി എന്നൊരു ചാരിതാർത്ഥ്യമുണ്ടാകും. അതിങ്ങനെ ഭൗതികമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ല, വലിയ മാമാങ്കങ്ങളും യാത്രയപ്പുകളും കാര്യങ്ങളും ഒക്കെയായി, അല്ലേ? ആരെങ്കിലൊക്കെ തൊട്ടടുത്ത് പിന്നെ വളരെ വേണ്ടപ്പെട്ട കുടുംബങ്ങൾ, അയൽവാസികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു യാത്ര എന്നതുകൊണ്ട് യാത്ര പറയാം, അല്ലാതെ ഹജ്ജിനൊരു യാത്രയപ്പില്ല. അല്ലേ? ഹജ്ജിന് യാത്രയപ്പ്, നിസ്കരിക്കാൻ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ആരെയും അറിയിക്കേണ്ട ആവശ്യമില്ല. നോമ്പ്, സക്കാത്ത്, ഇതൊക്കെ അങ്ങനെ ആ സമയത്ത് നിർവഹിക്കേണ്ടതാ. ഹജ്ജിനും ഈ പറഞ്ഞ പോലെ തന്നെ മനിസ്തതാ ഇലൈഹി സബീലാ, ഹജ്ജ് നിർവഹിക്കാനുള്ള കാര്യങ്ങളും ഘടകങ്ങളൊക്കെ ഒത്തിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിന് പോവലാണ്. പിന്നെ അതൊരു സുദീർഘമായ യാത്രയായതുകൊണ്ട് ആളുകളൊന്ന് അറിയിക്കുക എന്നുള്ള, ഞാനിങ്ങനെ പോകുകയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അവരും നമ്മളോട് പറയും, നിങ്ങളും ഈ നാടിനു വേണ്ടി, ഈ രാജ്യത്തിനു വേണ്ടി, എൻ്റെ ഭാര്യയുടെ അസുഖത്തിൻ്റെ വിഷയത്തിൽ, എൻ്റെ മക്കളുടെ ഭാവിയുടെ വിഷയത്തിൽ, എൻ്റെ അസുഖ വിഷയത്തിൽ, ഉപജീവന കാര്യത്തിൽ ആ അറഫയിൽ വെച്ച് നിങ്ങളും എന്നെ, കുടുംബത്തെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ആ ഹജ്ജ് ഉദ്ദേശിക്കുന്നവൻ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായി ഉത്തരം ലഭിക്കുന്ന സ്ഥലത്ത് വെച്ച് ഓർമ്മിച്ചെടുത്ത് അതൊക്കെ പ്രാർത്ഥിച്ചാൽ അതൊക്കെ ഈ ഉമ്മത്തിനും പല അവശരായ ആളുകൾക്കും പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ വലിയ ഖൈറായിത്തീരും. ബാക്കിയുള്ളവർ അതാ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഹജ്ജ് സ്വീകാര്യോഗ്യമായ, മഖബൂലും മബ്രൂറുമായ ഹജ്ജ് നിർവഹിക്കാനുള്ള ആരോഗ്യം, അതിനുള്ള ഹിദായത്ത്, അതിനുള്ള പ്രാമാണിക ബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകട്ടെ എന്ന് നമ്മളും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അത് ഞാൻ വീട്ടിൽ പോയിട്ട് ഉച്ചനേരത്ത് ഒരു ബിരിയാണി കഴിച്ച് പ്രാർത്ഥിച്ചാലേ ശരിയാകൂ എന്നിടത്തേക്ക് കൗമെത്താൻ പാടില്ല. മനസ്സിലായില്ലേ? അങ്ങനെ എത്താൻ പാടില്ല. അതേപോലെ തന്നെ സ്വീകരിച്ച ആൾ ഓള് വന്നില്ല, അല്ലെങ്കിൽ അവർ വന്നില്ല, എന്നോടെന്തോ പിണക്കമുണ്ട് എന്ന് ഈ ഹാജിയും അതിനുവേണ്ടി ഒരുക്കം നടത്തുന്നവരും വിചാരിക്കാൻ പാടില്ല. അതൊക്കെ ഒരു ഓപ്ഷൻ മാത്രമാണ്.
അതൊരു ഓപ്ഷൻ മാത്രമാണ്. മറിച്ച് ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചിലതാണ് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഹജ്ജിൻ്റെ യാത്രയപ്പും ചടങ്ങും കാര്യം ഒരു ഭക്ഷണം കൊടുക്കാതിരുന്നാൽ ഹജ്ജിൻ്റെ ഒരു റുക്കിന് നഷ്ടപ്പെട്ടു, പിന്നെ അത് മക്ബൂലും മബ്രൂറും ആകൂല എന്ന നിലക്ക് ചിന്തിക്കുന്നിടത്തേക്കൊന്നും കാര്യത്തരുത്. അതൊരു വീട്ടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരിക, പുറത്തും പന്തലിടുക, അവിടുന്ന് വിട്ടിട്ട് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ ഒക്കെ കൂടി ആകെ ബഹളമായ അന്തരീക്ഷം കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ടുള്ള ദുആ ഇരക്കലും ഇങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ആളെ കൂട്ടുക, ഇലാ ഹളറത്തി അൽഫാത്തിയ ഇതൊക്കെ പറഞ്ഞ് ഇതൊന്നുമില്ല. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആ ഉദ്ദേശിക്കുന്ന ആള് തസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വാ, നിങ്ങൾ വിഭവങ്ങളൊക്കെ ശേഖരിക്കണം, യാത്രാ സാമഗ്രികളും സാധനങ്ങളൊക്കെ നിങ്ങൾ സ്വരുക്കൂട്ടണം, പറയേണ്ടവരോടൊക്കെ അത് പറയണം. അങ്ങനെ നിങ്ങൾ ശേഖരിക്കുമ്പോൾ ഫഇന്ന ഖൈറ സാദി തഖ്വാ, ശേഖരിക്കുന്ന വിഭവത്തിൽ ഉന്നതമായത് തഖ്വയാണ്, ധർമ്മനിഷ്ഠയാണ്. അത് നിങ്ങൾ നേടിയെടുത്ത് അങ്ങോട്ട് ചെന്നാൽ മതി. കാരണം ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിൽ നിന്നും തെക്കേ അമേരിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും അതേപോലെ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ സംഗമിക്കാൻ പോകുകയാണ്. ആഗോള ഇസ്ലാമിക സമൂഹത്തിൻ്റെ സംഗമ സ്ഥലത്തേക്കാണ് ആ പോകുന്നത്. ദ റോഡ് ടു മക്ക എന്ന പുസ്തകത്തിൽ എഴുതപ്പെട്ടതുപോലെ, മുഹമ്മദ് അസദ് എഴുതിയതുപോലെ വലിയ ഒരു അനുഭൂതിയിലേക്കാണ് ആ പോകാനിരിക്കുന്നത്. പക്ഷേ ആ അനുഭൂതി ലഭിക്കണമെങ്കിൽ വലിയ സാഹസം വേണം. ഇവിടെ ജനലക്ഷങ്ങൾ കൂടിച്ചേരാണ്. സുബ്ർ വേണം, ക്ഷമ വേണം, അക്ഷമനാകാൻ പാടില്ല, റഫസും ഫുസൂക്കും വരാൻ പാടില്ല, സംയമനം പാലിക്കണം. അപ്പോൾ ഇതിനൊക്കെ ഉള്ള തഖ്വ നേടിയിട്ടാണ് അങ്ങോട്ട് പോകേണ്ടത്. അതല്ലാതെ ഈ ശേഖരിക്കുന്നതിൽ അങ്ങനെ അരിയും അതേപോലെ തന്നെ തേങ്ങയും മറ്റുള്ള ഭൗതിക സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ച് അവസാനം ഒറിജിനലായി ഖുർആനിൽ പറഞ്ഞ തഖ്വ സംഭരിച്ചു വെക്കാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ തൗഹീദാണ് ഹജ്ജിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. വേറെ ചില ആളുകളൊക്കെ ചില അമീറന്മാരുടെ നേതൃത്വത്തിൽ ചെറിയ ചെറിയ ഹജ്ജ് ചെയ്യാൻ ഷോർട്ടായിട്ട്, അതെന്താ ഹജ്ജ്, പോണ വഴിക്ക് കരിപ്പൂരിലേക്ക് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ എറണാകുളത്തേക്ക് പോകുകയാണെങ്കിൽ കണ്ണൂരിലേക്ക് പോകുകയാണെങ്കിൽ എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന വഴിക്കുള്ള ജാറങ്ങളിലേക്കൊക്കെ കയറുക. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ട് അള്ളാന്റെ വജഹ് ഉദ്ദേശിച്ച് ഹജ്ജ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അൽ ഖസ്ദ്, അള്ളാനെ ഉദ്ദേശിക്കുക എന്നതാണ്. എന്നിട്ട് പോകുന്നത് ഷെയ്ഖിന്റെ പള്ളിയിലേക്കാണ്, പൊന്നാനി മുനമ്പത്ത് വീട് അടുത്തേക്കാണ്, അതേപോലെ തന്നെ പുതിയങ്ങാടി ജാറത്തിലേക്കാണ്, അതേപോലെ തന്നെ കാസർഗോഡ് ഉപ്പളയിലെ ജാറങ്ങളിലേക്ക്, CM മക്കാമിലേക്ക്, എന്നിട്ട് അവിടെ റൗണ്ട് അടിച്ച് ഒരു 25 കിലോമീറ്റർ എക്സ്ട്രാ സഞ്ചരിച്ച് ഇന്ധനവും സമയവും സന്മാർഗവും തൗഹീദൊക്കെ ദുർബലമാക്കി തീർത്ത് എന്നിട്ട് ഹജ്ജിന് വേണ്ടി പോവുക. ഇങ്ങനെയുള്ള പല പരിപാടികളും ഇതിനിടക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, തൗഹീദ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് അവനിലേക്കുള്ള യാത്രയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രാമാണികമായ രൂപം പഠിച്ചെടുക്കണം. ഒരുപാട് ക്ലാസ്സുകളിൽ പങ്കെടുക്കും, കൺഫ്യൂഷൻ ആകും, പിന്നെ എങ്ങനെ ചെയ്യാൻ. പ്രവാചകൻ പറഞ്ഞു, ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിൻ്റെ ചര്യ പഠിക്കണം എന്നാണ്. അപ്പോൾ ഹദീസിൽ പറഞ്ഞതും ആയത്തുകളിൽ പറഞ്ഞതും പഠിച്ചെടുക്കാം, അത് നിർവഹിച്ചാൽ മതി. ഇതാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ. അതല്ലാതെ പല ട്രൂപ്പുകളും ഒരു ഇമോഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ തൽബിയത്ത് ചൊല്ലുക, മീഖാത്തിലെത്തിന് ശേഷം അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ആ വസ്ത്രം ധരിപ്പിക്കുക, ഇങ്ങനൊക്കെ അതൊക്കെ ആളുകളെ ആകർഷിപ്പിക്കാൻ ഇന്ന ട്രൂപ്പ് കണ്ടില്ലേ, അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇന്ന രൂപത്തിലാണ് എന്ന്. അപ്പോൾ ഏതൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചൊല്ലണം, ഏതൊക്കെയാണ് പിന്നെ ചൊല്ലേണ്ട ആവശ്യമില്ലാത്തത്, എവിടേക്കാണ് ഭക്തി കാണിക്കേണ്ടത്, എവിടൊക്കെയാണ് നമസ്കരിക്കേണ്ടത്, ഇതൊക്കെ അറിയണം. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരു നമസ്കാരം, അങ്ങനെ നമസ്കാരമില്ല, ചിലയില്ലേ, പുറപ്പെടുമ്പോൾ ഒരു നമസ്കാരമില്ല. ഇതൊക്കെ അറിയണം, ലളിതമായ സംഗതിയാണ്. അറിയാത്തതിൻ്റെ പേരിൽ ഇല്ലാത്ത അതിശയോക്തിയുള്ളതും അനാചാരമുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ ഈ മേഖലയിൽ നിർവഹിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ യാത്രയാക്കുന്നവരൊക്കെ എല്ലാവർക്കും ഈ ഒരു നിയ്യത്ത് ഉണ്ടാകണം, മരിച്ചു പിരിയുന്നതിൻ്റെ മുമ്പേ ഒരു ഹജ്ജ് കർമ്മം കൂടി നിർവഹിക്കണമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹജ്ജ് ലക്ഷ്യം വെച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കഅബയിലേക്ക് ഒഴുകാനിരിക്കുകയാണ് ജനലക്ഷങ്ങൾ. അള്ളാഹു എല്ലാ അർത്ഥത്തിലുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സമാധാനപൂർണമായി ഈ വർഷത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നാഥൻ ചൊരിയുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേണ്ടപ്പെട്ടവരുടെ ഹജ്ജ് കർമ്മം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ മഖ്ബൂലായി മബ്റൂറായി നിർവഹിക്കുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ, അറിവ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും സഫലമാക്കി തരുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന അപാകതകളെ നാഥൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും സാമൂഹികമായും
രാഷ്ട്രീയമായും ധാർമ്മികമായും സദാചാരപരമായും ഇസ്സത്തുള്ള ഉമ്മത്തായി നിലനിർത്തുമാറാകട്ടെ. അള്ളാഹു നമ്മിലെ പീഡിത ജനവിഭാഗങ്ങൾക്ക് അതിജീവനം നൽകുമാറാകട്ടെ. ഗസയടക്കമുള്ളവർക്ക് അള്ളാഹു തുറവി നൽകുമാറാകട്ടെ. അവിടുന്ന് കൊല്ലപ്പെട്ടവർക്ക് അള്ളാഹു ഷഹാദത്ത് നൽകുമാറാകട്ടെ. പൊടുന്നനെയുള്ള വേർപാടുകളിൽ നിന്നും അതേ അപകടങ്ങളിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. കഴിഞ്ഞ റമളാനിൽ തറാവീഹ് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തിരുന്ന മുസ്തഫ മൗലവിയുടെ മാതാവ് ഇന്നലെ മരണപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല പാപമോചനവും കാരുണ്യവും നൽകി ആത്മീയ ബർസഖിയായ ലോകത്ത് സ്വർഗത്തിൻ്റെ അനുഭൂതി നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും ഇതിനകം മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. രോഗത്തിന് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസവും ശമനവും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്